എല്ലാവർക്കും നമസ്കാരം. JB മാർക്കറ്റ് വിങ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രശാന്ത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫോറക്സിൻ്റെയും ക്രിപ്റ്റോയുടെയും ട്രേഡിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ബേസിക് തൊട്ട് അഡ്വാൻസ് വരെയുള്ള ഒരു സീരീസ് വീഡിയോസാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഗൈൻ വെൽക്കം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഫോറക്സിൻ്റെ ക്യാഷ് ഫ്ലോ നോക്കാം. അതായത് ഫോറക്സ് മാർക്കറ്റ് ഏത് രീതിയിലാണ് വർക്ക് ആവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയാണോ വർക്ക് ആവുന്നത് അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഫോറക്സ് മാർക്കറ്റിലും വരുന്നത്. അതായത് നമുക്ക് ഇൻവെസ്റ്റർ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാഷ്, അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു എമൗണ്ട് ബാങ്കിലോട്ടും പിന്നെ ബാങ്കിൽ നിന്ന് തിരിച്ച് നമുക്ക് ബ്രോക്കർ അക്കൗണ്ടിലോട്ടും ബ്രോക്കർ അക്കൗണ്ടിൽ നിന്ന് എക്സ്ചേഞ്ചിലോട്ടും ഈ രീതിയിലാണ് നമുക്ക് ഫോറക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഫോറക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാൻഡ്ലിങ് ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 എക്സ്ചേഞ്ചുകളാണ്, NSE, BSE ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് വഴിയാണ് നമുക്ക് ഫോറക്സ് ട്രേഡിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഫോറിൻ എക്സ്ചേഞ്ച് ഹാൻഡിൽ ചെയ്യപ്പെടുന്ന മാർക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് സ്പോട്ട് മാർക്കറ്റ്, ഫ്യൂച്ചർ മാർക്കറ്റ്, ഫോർവേഡഡ് മാർക്കറ്റ്, ഓപ്ഷൻ ആൻഡ് സ്വാപ്പ് മാർക്കറ്റ്. അപ്പോൾ ഇത്രയും മാർക്കറ്റുകളെ ഫോറിൻ എക്സ്ചേഞ്ച് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് സാധ്യമാവുന്നത്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ ബ്രോക്കർ വഴിയും ബ്രോക്കറിന് ഫോറിൻ എക്സ്ചേഞ്ചിലൂടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ട്രാൻസാക്ഷൻസ് വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഫോറക്സ് ട്രേഡിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നത്. ഇനി നമുക്ക് ക്രിപ്റ്റോ ട്രേഡിങ്ങിനെ കുറിച്ച് നോക്കാം. ക്രിപ്റ്റോ ട്രേഡിംഗ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ബാങ്കിലോട്ട് ഇടുന്ന പൈസ ബ്രോക്കറിലോട്ട് വന്നതിന് ശേഷം, ബ്രോക്കറിന് ശേഷം ഉണ്ടാകുന്ന പ്രോസസ്സ്, അതായത് എക്സ്ചേഞ്ചിലോട്ടുള്ള ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 തരത്തിലുള്ള എക്സ്ചേഞ്ചുകളാണ് നമുക്ക് ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഒന്ന് CEX എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞതും, രണ്ടാമത്തെ DEX എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്നാണ് പറയുക. ഈ സെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അണ്ടർ കൺട്രോളിലായിരിക്കും. അതായത് ഗവൺമെൻറ് വിചാരിക്കുമ്പോഴാണ് നമുക്ക് അവർക്ക് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കുക. ഗവൺമെൻറ് ആണ് അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് കറൻസി പ്രിൻറ്റിങ് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂല്യമുള്ളൊരു വസ്തുക്കളായിരിക്കും, ബട്ട് അതിൻ്റെ മൂല്യം ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കാം. അതായത് അതിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് മൂല്യം വർദ്ധിക്കാം. അങ്ങനെ സാഹചര്യങ്ങളിൽ ഒരുപാട് കറൻസികളുണ്ട്. അപ്പോൾ ഗോൾഡ് ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മളൊരു ഫിക്സ് മൂല്യമല്ല, അതൊരു അസെറ്റ് പോലെ നമുക്ക് വാങ്ങി വെച്ചാൽ പിന്നീട് മൂല്യം കൂടാന്ന് പറയല്ലേ. അങ്ങനെ അത് സെൻട്രലൈസിൽ നമുക്ക് എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് അതൊരു നോട്ടായിട്ട് ഇപ്പോൾ ഒരു 100 രൂപയുടെ മൂല്യം തന്നെ 100 രൂപയുള്ളൂ അല്ലേ, അതിനും വിട്ട് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല അല്ലേ. അങ്ങനെ മൂല്യത്തിലുള്ള വ്യത്യാസം അനുസരിച്ചാണ് ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് കൂടി പ്രവർത്തിക്കുന്നത്. ഫോറക്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക ജസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻസും, ക്രിപ്റ്റോയിൽ നമുക്ക് 2 രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് കാണാനായിട്ട് പറ്റുക. ക്ലിയർ അല്ലേ? ക്രിപ്റ്റോയിൽ വരുന്ന 2 എക്സ്ചേഞ്ചുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ 2 എക്സ്ചേഞ്ചിന് കീഴിൽ വരുന്ന സബോർഡിനേറ്റ് എക്സ്ചേഞ്ചുകൾ, ഓക്കെ, അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കപ്പെടുന്ന എക്സ്ചേഞ്ചുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഈ കാറ്റഗറിയിൽ ഒരുപാട് എക്സ്ചേഞ്ചുകൾ ഉണ്ട് എങ്കിൽ ഞാൻ വളരെ ടോപ്പ് 5 ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള ഒരു 5 എക്സ്ചേഞ്ചുകൾ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് എക്സ്ചേഞ്ച് നമുക്ക് ഇനി കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിളിനായിട്ട് മാത്രമായിട്ട് ഞാൻ ജസ്റ്റ് 5 എണ്ണത്തിന് വെച്ച് ഞാൻ പെയറായിട്ട് പിടിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ബിനാൻസ്, കോയിൻബേസ് എക്സ്ചേഞ്ച്, ക്രേക്കൻ, ജെമിനി, ബിറ്റ്സ്റ്റാമ്പ് അല്ലേ. അതേപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെ അണ്ടറിൽ വരുന്നതാണ് യൂണിസ്വാപ്പ് V3, DYDX, കർഫിൻ, ഡോഡോ ETH, CoinDX. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമുക്ക് എക്സ്ചേഞ്ചിലൂടെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ക്രിപ്റ്റോയുടെ എക്സ്ചേഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഏകദേശം ക്ലിയർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ട്രേഡിംഗ് സെഗ്മെൻറ്റ്സുകളെ കുറിച്ചാണ്. അതായത് നമുക്ക് ക്രിപ്റ്റോ ട്രേഡിങ്ങിലൂടെ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങാനും വിൽക്കാനും പറ്റുക, അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്ങിൽ നമുക്ക് എന്താണ് വാങ്ങാനും വിൽക്കാനും പറ്റുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, അതിൽ നമുക്ക് ഇക്വിറ്റി ഉണ്ട്, കോമോഡിറ്റി ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ക്രിപ്റ്റോയിലും ഫോറക്സിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. ക്രിപ്റ്റോ ട്രേഡിംഗ് നമ്മൾ നോക്കാൻ നമുക്ക് ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് വാങ്ങാനും വിൽക്കാനായിട്ട് പറ്റും. പിന്നെ ഓപ്ഷൻസിൽ നമുക്ക് ട്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഡിജിറ്റൽ കോയിൻസ് നമുക്ക് വാങ്ങിക്കൊണ്ട് ട്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഫോറക്സ് ട്രേഡിംഗ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കറൻസീസ് നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡ്, സിൽവർ, കോപ്പർ അങ്ങനെയുള്ള മെറ്റൽസിലൊക്കെ നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ എനർജീസിലാണ് മൂന്നാമതായിട്ട് വരുന്നത്. എനർജീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇതെല്ലാം നമുക്ക് അതിൽ ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോക്സുകൾ ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്ഷൻസിൽ ട്രേഡിംഗ് ചെയ്യാൻ പറ്റും.
ഇനി നമ്മൾ കറൻസി ടൈപ്പുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 2 കറൻസി ടൈപ്പിലാണ് വരുന്നത്, ഫിസിക്കൽ കറൻസീസും ഡിജിറ്റൽ കറൻസീസും. ഓക്കെ, ഫിസിക്കൽ കറൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നോട്ടുകൾ, നമ്മൾ ഇന്ത്യയിൽ നമുക്ക് യൂസ് ചെയ്യുന്ന 100 രൂപ, 50 രൂപ, 500 രൂപ, ഈ നോട്ടുകളെല്ലാം നമുക്ക് എന്താ ഫിസിക്കൽ കറൻസീസ് ആയിട്ട് വരാം. അത് നമുക്ക് കാണാനും അതിനെ സ്പർശിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പറ്റും. പിന്നെ അത് നമുക്ക് കൊടുത്തുകൊണ്ട് അതിന് പർച്ചേസ് ചെയ്യാൻ നമുക്ക് അത് നമ്മൾ എന്താ പറയുക ഫിസിക്കലി ഓഫ്ലൈൻ ട്രാൻസാക്ഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസീസിനെ പറയുന്നതാണ് ഫിസിക്കൽ കറൻസീസ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഡിജിറ്റൽ കറൻസീസ്. അപ്പോൾ അതായത് നമുക്ക് ആ കറൻസിയിൽ കാണാൻ പറ്റില്ല, ബട്ട് നമ്മൾ ഓൺലൈൻ വഴിയാണ് അതിൻ്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നമുക്കൊരു ഡിജിറ്റലി ഒരു എമൗണ്ട് ആണ് കാണാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, ഡിജിറ്റൽ എമൗണ്ട് ആണ് കാണാൻ പറ്റുക. അതിൽ നമുക്ക് എത്ര 100 രൂപകളാണോ എത്ര 500 രൂപകളാണോ ഒന്നും കാണാൻ പറ്റില്ല. നമുക്കൊരു റൗണ്ട് ഫിഗർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ എമൗണ്ട് ആണ് കാണാം അല്ലേ. അപ്പോൾ നമ്മളിതിന് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ, അതായത് വേറൊരു വ്യക്തിക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറയുന്നതും കൂടുന്നതും, ഐ മീൻ നിങ്ങൾക്ക് പൈസ വരുമ്പോൾ കൂടുന്നതും നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് കുറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ. അത് എത്ര നോട്ടുകളാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഡിജിറ്റലി ട്രാൻസാക്ഷൻ ചെയ്യുന്ന കറൻസിയിലാണ് നമ്മൾ ഡിജിറ്റൽ കറൻസീസ് എന്ന് പറയുന്നത്. ഈ 2 മേജർ ഡിഫറൻസുകൾ നമ്മൾ എന്താ പറയുക ക്രിപ്റ്റോയിലും ഫോറക്സിൻ്റെയും നമ്മൾ അറിഞ്ഞിരിക്കണം. ക്രിപ്റ്റോയിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. ഫോറക്സിൽ ഫിസിക്കൽ കറൻസി ട്രാൻസാക്ഷൻ നടക്കും. അത് റിയൽ കറൻസീസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഡിജിറ്റലി നമ്മൾ വ്യാപാരം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബട്ട് അതിന് ഫിസിക്കൽ കറൻസിയുടെ കാറ്റഗറിയിലാണ് ഫോറക്സ് കറൻസികളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു രാജ്യത്ത് പോയാലും, അതായത് നമ്മുടെ ഇന്ത്യ ഒഴികെ വേറെ ഏതൊരു രാജ്യത്ത് പോയാലും ആ ഒരു രാജ്യത്തിൻ്റെ കറൻസികൾ നിങ്ങൾക്ക് എന്താ പറയുക ഓഫ്ലൈനായിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡിജിറ്റൽ കറൻസി ആയിട്ടുള്ള ക്രിപ്റ്റോ ട്രേഡിങ്, ഐ മീൻ ബിറ്റ് കോയിൻ, എതേറിയം അങ്ങനെ വരുന്നതൊക്കെ ഇല്ലേ, അത് ഡിജിറ്റലി മാത്രമാണ് ട്രാൻസാക്ഷൻസ് നമുക്ക് കൂടുതലും ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ ഈ 2 കറൻസി കാറ്റഗറീസ് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറക്സിൻ്റെയും ക്രിപ്റ്റോയുടെയും ന്യൂസ് കലണ്ടറാണ്. അതായത് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യ പടി എന്നുള്ളതിൽ നിങ്ങൾക്ക് ഫോറക്സിലെ ന്യൂസ് അപ്ഡേറ്റിൽ അറിഞ്ഞിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇത് അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്യുറൻസിനെ നല്ല രീതിയിൽ ബാധിക്കും. നിങ്ങൾ ട്രേഡിംഗ് ടെക്നിക്കൽ പരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ സൈഡ് കൊണ്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുവന്നാലാണ് നിങ്ങൾ വിചാരിച്ച രീതിയിൽ ട്രേഡിംഗ് അക്യുറൻസി നിങ്ങൾക്ക് ഫോറക്സിലും ക്രിപ്റ്റോയിലും നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്, ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ആ വെബ്സൈറ്റ് ആണ് www.forexfactory.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഓക്കെ, ആ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കാണാനായിട്ട് പറ്റുക. ഈ ഇൻ്റർഫേസിൻ്റെ ഉള്ളിൽ ഞാൻ കലണ്ടർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ഷൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഓരോ ദിവസത്തെയും നമുക്ക് ഓരോ ടൈം വേസ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും. അതായത് ഓരോ കറൻസി പെയറിലും കണ്ടോ, യൂറോ, USD അതിൽ എന്താണ് ഇമ്പാക്റ്റ് ചെയ്യാന്നുള്ളത്, അതിൻ്റെ ടൈം, ഡേറ്റ്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ടാണ് നമുക്ക് ഫോറക്സ് കറൻസീസിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ അക്യുറൻസി കൂട്ടാനായിട്ട് ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിതാ 12:30 യൂറോയിലൊരു ന്യൂസ് വന്നിട്ടുണ്ട്, ജർമ്മൻ ഇമ്പോർട്ട് പ്രൈസസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ഇതാ ഇവിടെ ഫോൾഡർ ഐക്കൺ കാണാനായിട്ട് പറ്റും. ഈ ഫോൾഡർ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ന്യൂസ് ഓപ്പൺ ആയി വരും. അത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെർട്ടിക്കുലർ കറൻസി ആയിട്ട് എന്തെങ്കിലും കണക്റ്റഡ് ആണെങ്കിൽ, അതായത് യൂറോയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ന്യൂസ് എന്തെങ്കിലും അതിന് ഇമ്പാക്റ്റ് ചെയ്യുമോ എന്നെല്ലാം നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ്, ഐ മീൻ ഈ ഒരു ഫോറക്സ് ഫാക്ടറി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോയുടെ മാത്രമല്ല കേട്ടോ, മെറ്റൽസിൻ്റെ കലണ്ടർ കാണാൻ പറ്റും, എനർജി സെഗ്മെൻറ്റ്, പിന്നെ ഫോറക്സ് സെഗ്മെൻറ്റ്, ക്രിപ്റ്റോ സെഗ്മെൻറ്റ് എല്ലാം. ഓക്കെ, എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ഇത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വേറെ ചിലവുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല, ഫ്രീ ആയിട്ടുള്ളൊരു ന്യൂസ് അപ്ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ അപ്ഡേറ്റ്സ്, കറൻസി ന്യൂസ് കലണ്ടറുകൾ, എനർജി കലണ്ടർ, ക്രിപ്റ്റോ കലണ്ടർ എല്ലാം നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളുടെ ഫോറക്സ് ട്രേഡിങ്ങിനോട് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ട്രേഡിങ്ങിനായിട്ട് പോകരുത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വെബ്സൈറ്റാണ്. കാരണം ഒരുപാട് പേര് ട്രേഡിങ് ചെയ്യുന്ന എന്താ പറയുക പ്രൊഫഷണൽ ട്രേഡേഴ്സ് വരെ റെഫർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണത്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ മൂല്യം എന്താണെന്നും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് അറിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ അക്യുറൻസിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഫോറക്സിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈമാണ്. അതായത് നമ്മൾ ഫോറക്സ് ട്രേഡർ ആണെങ്കിൽ, ഐ മീൻ ഫോറക്സിലോ ക്രിപ്റ്റോയോ ഏതിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക അതിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ടൈം ഒക്കെ അറിഞ്ഞിരിക്കണം അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് ഫോറക്സിൻ്റെ ഓപ്പണിംഗ് ടൈമിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഫോറക്സിൻ്റെ ഓപ്പണിംഗ് ടൈം ഞാൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ് ഞാൻ ഇവിടെ 1 മണി, പുലർച്ചെ 1 മണി, 2 മണി, 3 മണി, 4 മണി അങ്ങനെ നമുക്ക് ഇത് എല്ലാ സമയം ഞാൻ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതായത് സിഡ്നി സെക്ഷൻ, ടോക്കിയോ സെക്ഷൻ, ലണ്ടൻ സെക്ഷൻ, ന്യൂയോർക്ക് സെക്ഷൻ, ഇങ്ങനെ 4 സെക്ഷൻസ് ആയിട്ടാണ് ഫോറക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് എക്സ്ചേഞ്ചിലോട്ട് എൻട്രീസ് വരെ ഈ രീതിയിലായിരിക്കും. സിഡ്നി സെക്ഷൻ നമുക്ക് ഏകദേശം 1:30 മുതൽ ഏകദേശം 10:30 വരെയാണ്. കണ്ടോ, ഈ 10:30 വരെയാണ്. ഈ കളറാണ് ഞാനതിന് ഇൻഡിക്കേഷനായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ ഏകദേശം 6 മണി തൊട്ട് നമുക്ക് ഏകദേശം ഒരു 2:30 വരെ
ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പുലർച്ചെ 1:30 മുതൽ നമുക്ക് ഏകദേശം രാത്രി 10:30 വരെ. ഇപ്പോൾ ന്യൂ ഇയർ സെക്ഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 6:30 തൊട്ട് നമുക്ക് പുലർച്ചെ വരെ നമുക്ക് ആ ന്യൂ ഇയർ സെക്ഷനും ഓപ്പൺ ആണ്. അപ്പോൾ ഓരോ സെക്ഷൻസിന് ശേഷം, അതായത് ഒരു സിഡ്നി സെക്ഷൻ ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ ഒപ്പത്തിന് തന്നെ നമുക്ക് ആ സമയം അവസാനിക്കുന്നതിന് മുന്നേ നമുക്ക് ടോക്കിയോ സെക്ഷൻ ആക്റ്റീവായിട്ട് വരും. മാർക്കറ്റിൻ്റെ ഹോളിഡേ ഒഴികെ ഫോറക്സ് മാർക്കറ്റ് നമുക്ക് 24 hours നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നമുക്ക് നോക്കാം. ഫോറക്സ് ഇനി ക്രിപ്റ്റോയുടെയും ടൈം ടേബിളാണ്, അതായത് മാർക്കറ്റ് എപ്പോഴൊക്കെയാണ് അവൈലബിൾ എന്നുള്ള ടൈം ടേബിളാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ക്രിപ്റ്റോ ട്രേഡിംഗ് നമുക്ക് നോക്കാൻ നമുക്ക് 24/7, അതായത് എല്ലാ ദിവസവും നമുക്ക് എല്ലാ സമയത്തും ക്രിപ്റ്റോ ട്രേഡിംഗ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ക്രിപ്റ്റോ കറൻസീസ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ, എതേറിയം, അങ്ങനെയുള്ള ഒരുപാട് കറൻസീസ് ഉണ്ടല്ലോ, അതിലെല്ലാത്തിലും നമുക്ക് ട്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റും. ആ കറൻസികൾ ഏതൊക്കെയാണെന്നുള്ളതും ബാക്കി അതിൻ്റെ ഫുൾ അപ്ഡേറ്റ് നമ്മൾ വീഡിയോ പാർട്ട് 2 കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലെവലിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ക്രിപ്റ്റോ ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ 24/7 ഡേയ്സ്. ഓക്കെ, അത് നമുക്ക് എല്ലാ ദിവസവും ക്രിപ്റ്റോ ട്രേഡിംഗ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൺഡേ നമ്മൾ എന്താ പറയുക കഴിയുന്ന ട്രേഡിംഗ് ക്രിപ്റ്റോയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ അധികം മാനിപ്പുലേഷൻസ് ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സൺഡേയിൽ നമ്മൾ കൂടുതലും ക്രിപ്റ്റോ ട്രേഡിംഗ് ഒഴിവാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ് ഫോറക്സ് ട്രേഡിംഗ് ടൈമിംഗ് വരുന്നത്. അതായത് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ 24 hours നമുക്ക് ഫോറക്സിലോട്ട് ട്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സാറ്റർഡേ സൺഡേ നമുക്ക് ഒരു ഹോളിഡേയ്സ് ആണ് വരുന്നത്. ക്രിപ്റ്റോ മാത്രമാണ് നമുക്ക് എന്താ പറയുക സാറ്റർഡേ സൺഡേ കൂടി അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതിൽ നമ്മൾ സൺഡേ ട്രേഡിംഗ് ഒഴിവാക്കും വേണം. ഓക്കെ, പിന്നെ ഫോറക്സിൽ നമ്മൾ ബെസ്റ്റ് ഡേയ്സ്, ഓക്കെ, ട്രേഡിംഗ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ഡേയ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും നല്ല ഡേയ്സ് വരുന്നത് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേയുടെ പകുതിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡിംഗ് വോളിയും അത്യാവശ്യം നോർമലായിട്ടുള്ള വോളറ്റിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ട്രേഡിങ്ങിനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല ട്രേഡിംഗ് ഡേയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് നമുക്ക് ബെസ്റ്റ് ടൈം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് 7:45 PM to 10:30 PM വരെയാണ് നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ടൈമായിട്ട് വരിക. അതായത് നമുക്ക് നോർമലായിട്ടുള്ള വോളറ്റിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അനുഭവപ്പെടും. നല്ല രീതിയിൽ ട്രേഡിംഗ് ചെയ്ത് എക്സിറ്റ് ആവാൻ നമ്മളെ സഹായിക്കും. അതായത് നമുക്ക് ആ സമയം നമ്മൾ നോക്കിയാൽ നമുക്ക് ന്യൂ ഇയർ സെക്ഷനാണ് വരിക. അതായത് കുറച്ചുകൂടി സേഫ് ആയിട്ട് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള സെക്ഷനാണ് ന്യൂ ഇയർ സെക്ഷൻ. അതായത് നമുക്ക് സിഡ്നി സെക്ഷനിലും ടോക്കിയോ സെക്ഷനിലും ലണ്ടൻ സെക്ഷനെയും നമ്മൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ന്യൂ ഇയർ സെക്ഷൻ സൂപ്പർ ആയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ള സെക്ഷൻ ട്രേഡിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റില്ലെന്നില്ല, എല്ലാ സെക്ഷനും ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. എങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൻ്റെ ആ ഒരു വോളിയം കാര്യങ്ങളൊക്കെ ബാലൻസ്ഡ് ആയിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ എന്താ പറയുക മൂവ്മെൻറ്റ് തരുന്ന സമയമൊക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വെച്ചാൽ നമുക്ക് എന്താ പറയുക ഈ ഒരു സമയത്തിന് 7:45 PM to 10:30 PM വരെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായി നോക്കാനായിട്ട് പോകുന്നത് ഫോറക്സിനും ക്രിപ്റ്റോയിനും ബെസ്റ്റ് ചാർട്ട് ഫ്രെയിമാണ്. അതായത് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ചാർട്ട് ഫ്രെയിം എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങൾക്കറിയാലോ സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ ചിലപ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി മീഡിയം ട്രേഡ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ട്രേഡുകൾ ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ആയിട്ട് നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ചാർട്ട് ഫ്രെയിമാണ് ഫോറക്സിൻ്റെ കേസിൽ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിങ്ങിനായിട്ടുള്ള നമുക്ക് ട്രേഡിൻ്റെ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മിനിറ്റും 3 മിനിറ്റും ആണ്. അപ്പോൾ 1 മിനിറ്റ് ചാർട്ടും 3 മിനിറ്റ് ചാർട്ട് നിങ്ങൾക്ക് നല്ല സ്യൂട്ടബിൾ ചാർട്ടുകളായിരിക്കും നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് ചെയ്യാനാണെങ്കിൽ. ഓക്കെ, അതിൽ നമ്മൾ മീഡിയം ഡ്യൂറേഷൻ ട്രേഡുകൾ, അതായത് കുഞ്ഞു ട്രേഡുകൾ കുറച്ചുകൂടി വലിപ്പമുള്ളത്, അതായത് സ്കാൽപ്പിനേക്കാളും കുറച്ചുകൂടി വലിയ ട്രേഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ട്രേഡുകൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് 5 മിനിറ്റും 15 മിനിറ്റും നിങ്ങൾക്ക് നല്ലൊരു ടൈം ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾ കുറച്ചുകൂടി വലിയ ട്രേഡുകൾ, കുറച്ച് ലോങ് ഡ്യൂറേഷൻ ട്രേഡുകളൊക്കെ എടുക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 2 hours, 4 hours അല്ലെങ്കിൽ 1 day, ഓക്കെ, ഈ രീതിയിലുള്ള ടൈം ഫ്രെയിമുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1 day ടൈം ഫ്രെയിമിൽ കാൽക്കുലേഷൻ ചെയ്യാൻ വിചാരിക്കുക. ടെക്നിക്കൽ കാൽക്കുലേഷൻ നിങ്ങൾ 1 day ഫ്രെയിമിൽ ചെയ്യുകയാണെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ട്രേഡിനായിട്ട് നിങ്ങൾക്ക് 4 hours 2 hours നിങ്ങൾക്ക് അതിന് ട്രേഡിങ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾ 50 minute ചാർട്ടിലാണ് നിങ്ങൾ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം 5 minute ചാർട്ടിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സ്കാൽപ്പിംഗ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ 3 minute ചാർട്ടിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 1 minute ചാർട്ടിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ട്രേഡിങ്ങിൻ്റെ മെത്തേഡ്. അതായത് നിങ്ങൾക്ക് ഫോറക്സിലും ക്രിപ്റ്റോയിലും ട്രേഡ് ചെയ്യുമ്പോൾ ചാർട്ട് ഫ്രെയിമുകൾ ഈ രീതിയിൽ സെലക്ഷൻ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡുകൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഇത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് ഫോറക്സിൻ്റെയും ക്രിപ്റ്റോ ട്രേഡിങ്ങിൻ്റെയും ബേസിക് വശങ്ങൾ നമുക്ക് ഓക്കെ ആയിട്ട് ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിൽ വരുന്ന കറൻസി പേരുടെ വ്യത്യാസവും പിന്നെ അതിൽ ഏതൊക്കെ തരത്തിലുള്ള കറൻസികൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഈ വീഡിയോ സീരീസിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോറക്സിൻ്റെ പാർട്ട് 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, പാർട്ട് 2നായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പാർട്ട് 2 നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക, നല്ല രീതിയിൽ ഫോറക്സ് ട്രേഡിംഗ് ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ താങ്ക് യു.